രാജ്യം നാലാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ BJP വേറിട്ടൊരു നീക്കവുമായി രംഗത്തെത്തുന്നു. മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നീക്കമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം രാജ്യത്തിൻ്റെ വിവിധ മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിലും തെലങ്കാനയിലെ ചില മണ്ഡലങ്ങളിലടക്കം BJP പ്രവർത്തകർക്കും അനുഭാവികൾക്കും വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളായിരുന്നു മുൻപ് ഉണ്ടായിരുന്നത്. ഇത്തരം പ്രവർത്തകർ ഇല്ലെങ്കിൽ അനുഭാവികൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ അവരെ ആക്രമിക്കുക, ഒപ്പം തന്നെ വലിയ രീതിയിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുക, ഈ ഒരു പതിവിന് തടയിടുക എന്നുള്ള ലക്ഷ്യവുമായി BJP സ്ക്വാഡുകൾ രൂപീകരിക്കുന്നു. ഈ 13-ാം തീയതി ആണ് നാലാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ തന്നെ അവർ പറയുന്നു, ലോക്സഭ, അതായത് ഹൈദരാബാദ് ലോക്സഭാ സ്ഥാനാർത്ഥിയായ മാധവി ലത പറയുന്നു, ഞങ്ങളുടെ സഹോദരന്മാരെ ആക്രമിക്കാൻ നിൽക്കരുത്, ആക്രമിക്കാൻ നിന്നാൽ ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാനാവില്ല, അവരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും, ഇത് ഞങ്ങളുടെ ഉറച്ച നിലപാട് ആണ്, മുൻകാലങ്ങളെ പോലെ ആയിരിക്കില്ല എന്ന് അവർ ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. പശ്ചിമ ബംഗാളിലടക്കം വലിയ രീതിയിൽ സംഘർഷം ഉണ്ടാക്കുകയും ഈ വോട്ടർമാരെ ബൂത്തിലെത്താതെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു കാലാവസ്ഥയാണ് സാധാരണഗതി പശ്ചിമ ബംഗാൾ ഇലക്ഷൻ ടൈമിൽ ഉണ്ടാകാറുള്ളത്. അതിനൊരു മാറ്റം വരുത്തുക എന്നുള്ള രീതിയിലാണ് ഹൈദരാബാദിലും പശ്ചിമ ബംഗാളിലും അടക്കം ഇത്തരത്തിലുള്ള സ്ക്വാഡുകൾ രൂപീകരിച്ച് തങ്ങളുടെ വോട്ടർമാർക്ക് സംരക്ഷണം ഉറപ്പാക്കാനുള്ള നീക്കമാണ് BJP നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.